ഹരിശ്രീ ഗണപതയെ നമ അഭിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വൃശ്ചിക മാസത്തിൽ ഡിസംബറിൽ രാശിമാറ്റമാണ് പറയുന്നത്. ഇന്ന് അത്തം ചിത്തിര ചോദ്യം 3 നാളാണ് പറയുന്നത്. ആദ്യമേ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബില്ലിൻ്റെ ആ ഒരു ചിത്രമുണ്ട്, തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളത് തൊട്ട് വയ്ക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കും. അത്തം നാളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസത്തിൻ്റെ ആദ്യ പകുതി നല്ലതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മസംതൃപ്തിയും നിങ്ങൾക്കുണ്ടാവും. കലാസാഹിത്യം മുതലായവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു സമയമാണ്. കഴിവ് തെളിയിക്കാനായിട്ട് ധാരാളം അവസരങ്ങൾ ലഭിക്കും. തൊഴിൽ സ്ഥലത്തൊക്കെ സമാധാനമുണ്ടാകും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനിരിക്കുന്നവർക്ക് അനുമതി കിട്ടുന്നതാണ്. സാമ്പത്തികമായിട്ട് മെച്ചമുള്ള സമയമാണ്. വായ്പയൊക്കെ തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും. വ്യക്തിബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കും. പക്ഷേ പകുതി കഴിഞ്ഞാൽ ചൊവ്വയും ആദിത്യനും 4 സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ സമാധാനം കുറയും. വീട്ടിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തുക. പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ ആരോപണത്തെ നേരിടാൻ സാധ്യതയുണ്ട്. ഇതാണ് അത്തം നാളിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ചിത്രനാളിനെക്കുറിച്ച് പറഞ്ഞാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയും തുലാക്കൂറുകാർക്ക് 2ാം പകുതിയും നല്ലതാണ്. തൊഴിൽ മേഖലയിൽ നല്ല നേട്ടമാണ്, നല്ല വളർച്ചയുണ്ടാവും. വിപണിയിൽ നല്ല ബ്രാൻഡുകളുടെ വിൽപ്പനാവകാശം നിങ്ങൾക്ക് ലഭിക്കും. പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വേതനമൊക്കെ കൂട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട്. പെൻഷൻ പറ്റി പിരിഞ്ഞവർക്കൊക്കെ കിട്ടേണ്ട അവകാശങ്ങളൊക്കെ കിട്ടും. തൊഴിൽ, അതായത് ജോലി സംബന്ധമായിട്ടുള്ള അഭിമുഖങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പങ്കെടുക്കാനും അവിടെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും പറ്റും. രാഷ്ട്രീയത്തിൽ നല്ലതാണ്. പക്ഷേ ഉറ്റവർ, അതായത് ബന്ധുക്കളുമായിട്ട് നിസ്സാര കാര്യങ്ങളിൽ പിണക്കത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അത് മാസത്തിന് പകുതിക്ക് ശേഷമാണ്. ഗൃഹത്തിൽ സമാധാനം കുറയാനും സാധ്യതയുണ്ട്. ഇതാണ് ചിത്രനാളിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ചോദ്യനാളിനെക്കുറിച്ച് പറയാനാണെങ്കിലോ, നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രയത്നിച്ചാലും മനസ്സിന് തൃപ്തി കിട്ടത്തില്ല. പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് കിണഞ്ഞ് ശ്രമിക്കേണ്ടതായിട്ട് വരും. സാങ്കേതികമായിട്ടുള്ള അറിവുകളൊക്കെ ലഭിക്കും. നിങ്ങൾക്ക് ഒരു കാര്യം തന്നെ 2 രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് ഉണ്ട്. അതായത് സൗമ്യമായ രീതിയിലും പരുക്കനായ രീതിയിലും. ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ, സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യമാണ്. പുതിയ തലമുറയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ നന്നേ വിഷമിക്കും. വ്യാപാര രംഗത്തുള്ളവർക്കൊക്കെ മത്സരങ്ങൾ നേരിടാൻ അത് മറികടക്കാൻ സാധിക്കും കേട്ടോ. പുതിയ പുതിയ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കും. ബന്ധുക്കളിൽ നിന്ന് താൽക്കാലിക ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ മാസത്തിൻ്റെ അവസാന പകുതി, 2ാം പകുതിയിൽ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.